ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണ്. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഓൾറെഡി ഞാൻ സ്കിൻ കെയർ ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിൻ്റെ ടീം ഒരു ടെന്നീസ് ടീമാണ്. സ്പോർട്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാനിത് അപ്പുൻ്റെ ഐഡിയ നമുക്കൊരു ടെന്നീസ് സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും വയ്ക്കാമെന്നുള്ളത്. സോ അതിന് ശേഷം ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യം ലിപ് പ്ലംബർ ഇടാം, കാരണം എൻ്റെ ചുണ്ട് ഇങ്ങനെ ലൈനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സുഖം കാണില്ല ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ ലിപ് പ്ലംബർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫുള്ളറായിട്ടുള്ള ലിപ്സ് കിട്ടും. അതിനുശേഷം ഞാൻ പ്രൈമർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ദാ ഈ ഒരു കളർ കറക്റ്റർ, ഹുഡയുടെ പീച്ച് കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മാഴ്സിൻ്റെ ബ്രഷ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാഴ്സ് അല്ലെങ്കിൽ PSCയുടെ ബ്രഷ്. അതിനുശേഷം നെക്സ്റ്റ് ഡിയോറിൻ്റെ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആയിട്ട് കൊടുക്കുന്ന. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഡിയോർ കേക്കാണ്, കൊള്ളൂല ഇങ്ങനെ ഇടാൻ. പക്ഷേ കറക്റ്റായിട്ട് ഇടുകയാണ്. കാരണം ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് 1-2 ലെയറിൻ്റെ, 2 ഇല്ല 1.5 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ഞാൻ ഇടുള്ളൂ. പക്ഷേ എന്ത് അടിപൊളി, നമ്മൾ സ്കിൻ ടു സ്കിൻ ഫിനിഷാണ് ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് മോർഫിയുടെ ബ്ലഷാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മോർഫിയുടെ ബ്ലഷ് ഇട്ട് നോക്കുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷമാണ്. കാരണം കണ്ടാൽ അവളൊക്കെ ഭയങ്കര ചുമന്ന് ചെകുത്ത് ചെമ്പരത്തി പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു ബ്ലഷാണ്. നെക്സ്റ്റ് ആ മോർഫിയുടെ തന്നെ ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് ഈ ഒരു പിങ്ക് ബ്രൗൺ ടോണ്ട് ഇത് ബ്രൗൺ നന്നായിട്ട് അങ്ങ് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് സൂപ്പറായിട്ട് നമുക്കിത് ഇങ്ങനെ കിട്ടും ഗൈസ്. കണ്ണ് കാണാൻ തന്നെ എന്തൊരു ചന്തമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോണ്. ഐഷാഡോ പൗഡറായിട്ട് മെഗലിൽ പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതിനുശേഷം ഞാനൊരു വിങ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഷീഗ്ലാമിൻ്റെ പെൻസിലാണ്, ഐലൈനറാണ്. നിങ്ങൾക്ക് വിങ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല കളറുമാണ്, നല്ല ലാസ്റ്റിങ് ചെയ്യും കേട്ടോ ആ ഒരു ഐലൈനർ. പിന്നെ റീലൗവിൻ്റെ ഐബ്രോ പെൻസിലാണ്. നിങ്ങളൊരു ഐബ്രോ പെൻസിൽ നോക്കുകയാണെങ്കിൽ പ്രിസൈസായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഒരു ഐബ്രോ പെൻസിൽ നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് വൈറലായിട്ടുള്ള നമ്മുടെ ഷാർലറ്റ് ലിബറയുടെ മസ്കാരയാണ്, നല്ല മസ്കാരയാണ്. പിന്നെ എസ്റ്റി ലോഡറിൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് ഇടാൻ പറ്റില്ല. ഭാഗ്യത്തിന് എൻ്റെ കല്യാണത്തിനിടാനായിരുന്നു എനിക്കെൻ്റെ യോഗം. ഓക്കെ, നെക്സ്റ്റ് OSൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ. ആൻഡ് ഗൈസ് ഇതുണ്ടല്ല, ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയർത്തൊന്നും പോകാതെ നമ്മുടെ മേക്കപ്പ് നല്ലോണം നിൽക്കും. ചൂട് സമയത്ത് ബെസ്റ്റ് ഓപ്ഷനാണ്, മാറ്റായിട്ട് നിൽക്കും. സോ ഇത് അടിപൊളിയാണ്. ഞാൻ ഈ ഒരുങ്ങി കഴിഞ്ഞ് എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ വാവായിട്ട് വന്ന് ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആവും. കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു ഇളക്കമായിരിക്കും ഗൈസ്. ഇതെനിക്ക് ശശാൻ ചേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന ഷൂസാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും വലിയത് വരുമ്പോൾ ഇടാമെന്ന് പറഞ്ഞു വെച്ചാണ്. സോ ഫൈനലി സേവ് ദ ഡേറ്റിനാണ് നമുക്ക് ഇതായത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കറിയാം ഇപ്പോൾ പറയും വയറൊക്കെ ചാടില്ല ഗൈസ്, ചുമ്മാ ഇരുന്ന വയറല്ലേ തിന്നുണ്ടാക്കി.